ഞാൻ ആദ്യം എൻ്റെ സംഗീത പശ്ചാത്തലത്തെക്കുറിച്ച് പറയാം. എനിക്ക് പറയുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ക്ഷമിക്കുക. എൻ്റെ അച്ഛൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ പഴയകാലത്ത് ആദ്യകാല ശിഷ്യന്മാരിലുള്ള ഒരാളാണ്. പക്ഷേ അച്ഛന് അസുഖമായതുകൊണ്ട് എനിക്ക് പഠിക്കാനും പറ്റിയില്ല. പക്ഷെ എന്നാലും സംഗീതത്തിനോടുള്ള ആ ഒരു ആവേശം അതിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ കുട്ടിക്കാലത്ത് ധാരാളം വായിക്കുമായിരുന്നു. പിന്നെ കുറച്ച് സംസ്കൃതവും മറ്റുള്ളതൊക്കെ പഠിച്ചു. ഒരുപാട് ശ്ലോകങ്ങൾ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ട്. സൗന്ദര്യ ലഹരി പോലെയുള്ള 100 ശ്ലോകങ്ങളൊക്കെ ഒരുമിച്ച് ചൊല്ലാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ ഒരു കൾച്ചറൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതാണ്. പിന്നെ എൻ്റെ ഗ്രാമം എന്ന് പറയുന്നത് കൈതപ്പുറം. ഈ ഗ്രാമം പിന്നെ എപ്പോഴും വേദത്തിലും പിന്നെ 3 ക്ഷേത്രങ്ങളിലുള്ള സപ്താഹമാന അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെയാണ് എൻ്റെ നാടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടിയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ സംഗീതമായിട്ട് ബന്ധപ്പെടുന്നത്. സംഗീതം വേണം തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ സംഗീതം മാത്രം മതി, എനിക്ക് സംഗീതമാണ് വേണ്ടത് ജീവിതത്തിന് എന്നാഗ്രഹിച്ചിട്ടാണ് ഞാൻ അവിടെ നടക്കുന്നത്. പക്ഷേ വേണ്ട പോലെ കിട്ടിയോയെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ അതിന് ശ്രമിച്ചിട്ടുണ്ട്. അക്കാലത്ത് തന്നെ പല ഈ ഗുരുകുലങ്ങളിലാണ് ഞാൻ പഠിച്ചത്. ഗുരുകുലങ്ങളിൽ നിന്നുള്ള പഠനമാണ് നല്ലതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. പക്ഷേ ഈ പുതിയ കാലത്തുള്ള സർട്ടിഫിക്കറ്റിനും അതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ മഹാന്മാരായിട്ടുള്ള ഗുരുക്കന്മാരുടെ കൂടെ താമസിച്ചിട്ട് പഠിക്കുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് വേറെയാണ്. കാരണം അവർ പിന്നെ ഒരു വർണ്ണം, ഉദാഹരണമായിട്ട് ഒരു വർണ്ണം പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ വർണ്ണം ഇങ്ങനെ നഖശിഖാന്തം ഇങ്ങനെ കൃത്യമായിട്ട് പാടിക്കൊണ്ടിരിക്കണം. ചിലപ്പം മാസങ്ങളോളം ഒരു വർണ്ണം മാത്രം പാടാൻ പറയും. അല്ലെങ്കിൽ ഒരു രാഗത്തിലാണെങ്കിൽ ആ രാഗത്തിൻ്റെ സ്വരങ്ങൾ ക്ലിപ്തായിട്ട് കൃത്യമായിട്ട് വരാൻ വേണ്ടി ഒരു നിഷാദാണെങ്കിൽ ഇപ്പം ശങ്കരാഭരണത്തിൻ്റെ നിഷാദം എന്ന് പറഞ്ഞാൽ സ നീ 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 നീന്ന് സ നീ ദ പ മഗരേ സ ഓരോന്നും അതുപോലെ നീന്ന് ആ നിഷാദം ശരിയാവാൻ വേണ്ടി ആ നീ 1000 പ്രാവശ്യം പാടാൻ പറയും. അതുപോലെയാണ് ഇതെല്ലാം കൃത്യമാക്കുക. ഇപ്പം പ്രതിമധ്യമം, ശുദ്ധമധ്യമം, ഗാന്ധാരത്തിൻ്റെ വിവിധ രൂപങ്ങൾ, ഇതിൽ നിന്നൊക്കെയാണ് സംഗീതത്തിൻ്റെ യഥാർത്ഥ രൂപം നമ്മുടെ ഹൃദയത്തിൽ വരിക. ഇങ്ങനെ ഉറപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഇത് ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് പിന്നെ പാടുമ്പോഴൊക്കെ ഞാൻ പിന്നെ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞാൻ പാടുന്നത്. ഇപ്പോൾ സംസ്കൃത കീർത്തനങ്ങളാണെങ്കിലും തെലുങ്ക് കീർത്തനങ്ങളാണെങ്കിലും ഞാൻ ഇപ്പോൾ ധാരാളം പുസ്തകങ്ങളുണ്ട്, നെറ്റിലൊക്കെ കിട്ടും. ഇതിൻ്റെ കൃത്യമായിട്ട് നമുക്ക് അർത്ഥം ഗ്രഹിക്കാൻ പറ്റും. അങ്ങനെ ആണ് എൻ്റെ പഠനത്തിൻ്റെ രീതി. ഞാൻ ഈ സംഗീത പഠനത്തിൽ നിന്നാണ്, അതിനു വേണ്ടിയുള്ള ശ്രമത്തിൽ നിന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നതും കാവാലം നാരായണ പണിക്കരുടെ ഗ്രൂപ്പിൽ നാടകക്കാരനായിട്ട് എത്തുന്നതും. ഈ തിരുവനന്തപുരത്തെ വരവോട് കൂടിയിട്ട് എൻ്റെ സംഗീത പഠനത്തിന് കുറേ കൂടി വ്യാപ്തി ഉണ്ടായി. പിന്നെ എനിക്ക് AARലൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞു. പിന്നെ കാവാലത്തിൻ്റെ പണിക്കർ സാറിൻ്റെ ഒരു ട്രൂപ്പ് എന്ന് പറയുന്നത് ഒരു തനത് നാടക സംഘമാണ്. അത് നമ്മുടെ ഈ ഗ്രാമീണമായ അല്ലെങ്കിൽ കേരളീയമായ അല്ലെങ്കിൽ ഇന്ത്യൻ എന്ന് പറയാവുന്ന തനത് നാടകങ്ങളാണ്. ഇപ്പോൾ സംസ്കൃത നാടകത്തിൻ്റെ തർജ്ജമയൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ ഈ നാടക സംഘത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ അഭിനയിക്കാനും പാടാനും കൊട്ടാനും എല്ലാറ്റിനും അതിൻ്റെ സാധനങ്ങളെടുത്ത് ചുമന്നുകൊണ്ട് ഒരു സ്ഥലത്തെത്തിക്കാനും ഒക്കെ ഉള്ള ശ്രമങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇടപെടലുകൾ നെടുമുടി വേണു, കാവാലം നാരായണ പണിക്കർ, അരവിന്ദൻ, അതുപോലെ അയ്യപ്പ പണിക്കർ, കടമ്പനിട്ട സുഗതകുമാരി ടീച്ചർ, വിഷ്ണുനാരായണ നമ്പൂരി, വിനയചന്ദ്രൻ, പിന്നെ നരേന്ദ്രപ്രസാദ് സാറ്, ഇങ്ങനെ വലിയൊരു സംഘമുണ്ട് അവിടെ. ആ സംഘത്തിൽ നിന്നാണ് എൻ്റെ പിന്നെ പരിധികൾ കടന്ന ഒരു അറിവുകളുണ്ടാകുന്നത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും. അതെന്നെ വല്ലാണ്ട് ആവേശം കൊള്ളിച്ചു. എന്നെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മൊത്തമുള്ള
ഒരു ഒരു ബന്ധം ഉണ്ടാവുന്ന വലിയൊരു അടുപ്പം ഇവരായിട്ടൊക്കെ ഉണ്ടായിരുന്നു. സർവ്വലൗകികമായ ഒരു അറിവ്. ഇതിൽ നിന്നാണ് ഞാൻ സിനിമയിലേക്കൊക്കെ പോകുന്നതും പിന്നീട് എൻ്റെ ചക്രവാളം വികസിക്കുന്നതൊക്കെ. പക്ഷേ എന്തൊക്കെ വന്നപ്പോഴും ഞാൻ സംഗീതം വിട്ടിട്ടില്ല. പിന്നെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ബേസിലുള്ള കച്ചേരികൾ ഞാൻ എത്രയോ ചെയ്തു. ചിലപ്പം 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ചെയ്തിട്ടുണ്ട്. ഒരു 25 കൊല്ലത്തിൻ്റെ അകത്ത്, 25-30 കൊല്ലത്തിനകത്തുള്ള ജീവിതത്തിനകത്ത്, പിന്നെ കേരളത്തിനകത്തും പുറത്തും വെളിയിലുമൊക്കെ ആയിട്ടുള്ള 1000 കണക്കിന് കച്ചേരികൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഓരോ കച്ചേരിയും എനിക്ക് അനുഭവമാണ്. ഇപ്പം നാളെ എനിക്ക് പ്രോഗ്രാമുണ്ട്. അങ്ങനെ ഉള്ള ഈ കച്ചേരികളിലൂടെ ഞാൻ അറിവ് വികസിക്കുന്നതോടൊപ്പം ജനങ്ങളായിട്ട് എങ്ങനെ ഇത് സംവദിക്കാം, സംഗീതത്തിന് എങ്ങനെ ജനങ്ങളായിട്ട് സംവദിക്കാം സംഗീതം കൊണ്ട് എന്നുള്ള അറിവ് എനിക്കുണ്ടായി. സാധകം, ഇനി സാധകത്തെക്കുറിച്ച് പറയാം. സാധകം എന്ന് പറയുന്നത്, ഇപ്പോൾ സംഗീതം എന്ന് പറഞ്ഞാൽ തന്നെ സംഗീതം എന്നുള്ള എൻ്റെ സമ്യക്കാകും വണ്ണമുള്ള ഗീതം എന്നാണ്. അപ്പോൾ സംഗീതം എന്ന് പറയണമെങ്കിൽ ഗീതം വാദ്യം തഥാ നൃത്യം ത്രയം സംഗീതമുച്യതേ എന്നാണ്. ഇത് മൂന്നും കൂടി ചേരുമ്പോഴേ ശരിക്കും സംഗീതമാവുള്ളൂ. കച്ചേരി ക്ലാസിക്കൽ സംഗീതം മാത്രമല്ല, കച്ചേരി മാത്രമല്ല, അല്ലെങ്കിൽ ക്ലാസിക്കൽ സംഗീത പഠനം മാത്രമല്ല, ഗീതം വാദ്യം തഥാ നൃത്യം അതാണ്. അപ്പോൾ ഇതിന് മുഴുവൻ സാധകമുണ്ട്. സാധകം എന്ന് പറയുന്നത് നമ്മൾ സാധക സ്വരങ്ങളുണ്ട് സംഗീതത്തിൽ. സാധക സ്വരങ്ങൾ തന്നെ അതിന് വരിശകൾ, പിന്നെ പല രീതിയിലുള്ള താളങ്ങൾ, ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പ്രഭാതത്തിൽ ശരിക്ക് സരസ്വതി യാമെന്ന് പറയാം. പ്രഭാതത്തിൽ ഞാനൊക്കെ എഴുന്നേൽക്കുന്നത് 3 മണിക്കായിരുന്നു. 2:30 മണിക്കൊക്കെ എഴുന്നേറ്റ് ഞാൻ കുളത്തിൽ പോവുകയും കുളത്തിലിരുന്ന് സാധകം ചെയ്യുകയും ചെയ്യാം. സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ ഇത് തന്നെ, ഒരേ കാലപ്രമാണത്തിൽ, പിന്നെ ശബ്ദസ്വരങ്ങളും അതിൻ്റെ വരിശകളും. വരിശകൾ എന്ന് പറയുന്നത് ഇപ്പോൾ സസരി രി ഗ ഗ മ മ സസരി രി ഗ ഗ, ഇങ്ങനെ ഇരട്ട സ്വരങ്ങളുടെ വരിശകൾ. അതുപോലെ സരി 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 ഗ മ സരി ഗ മ പദ നി സ സനി 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 ദ ബ സനി ദ ബ മ ഗ രി സ. ഇത് തന്നെ ഒരു 1000 പ്രാവശ്യം ചെല്ലുമ്പോൾ അതിൽ നിന്നൊരു അനുഭൂതി ഉണ്ടാവും. സ്വരത്തിൻ്റെ ഈ വരിശയുടെ സാധനത്തിൻ്റെ ഗുണം അതാ. സാധകം സാധനം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു ലഹരി നമുക്കുണ്ടാകും. ആ ലഹരിയാണ് സംഗീതത്തെ ഹരം പിടിപ്പിക്കുന്ന ലഹരി. ഇത് ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല സംഗീതത്തിൽ. ഇതിൽ തന്നെ പല രാഗങ്ങൾ, ഇപ്പം ആ രാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യസ്തമായ പ്രസ്ഥാനങ്ങൾ, സ്വരരീതികൾ. ഇപ്പോൾ മായാമകള പോലെയുള്ള സ്വരങ്ങൾ, ഇപ്പോൾ സരി ഗമ പദ നി സ നി ദ പ മ ഗ രി സ എന്ന് പറയുമ്പോൾ തന്നെ, ഇപ്പോൾ അത് മോഹനം എന്ന രാഗത്തിലേക്ക് പോകുമ്പം അതിന് മുഴുവൻ സ്വരങ്ങളുമില്ല. സരി ഗ പദ സ സ ദ പ ഗ രി സ, സരി ഗ പദ സ സ ധ പ ഗ രി സ. ഇതിൽ നിഷാദം ഇല്ല. ഈ രാഗത്തിൽ നിഷാദവും മധ്യമവും വർജ്യമാണ്. ഇതിനെ ഒരു രാഗത്തിലുള്ള സാധാരണ സമ്പൂർണ്ണ രാഗത്തിലുള്ള വരിശകൾ തന്നെ ഈ രാഗം സമ്പൂർണ്ണമാക്കിക്കൊണ്ട്, ഇപ്പോൾ സരി ഗ പദ സരി ഗ ഗരി സ ദ പ ഗരി സ, ഇങ്ങനെ ഇതിനെ സാധാരണ ഉള്ള വരിശകളെല്ലാം സരി 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 ഗ പ സരി ഗ പദ സരി ഗ ഗരി 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 സ ദ ഗരി സ ദ പ ഗരി സ. ഇതന്നെ പല രാഗങ്ങളിൽ സമ്പൂർണ്ണങ്ങളും പിന്നെ ആടവ ഷാടവ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള രാഗങ്ങളിൽ മുഴുവൻ പ്രാക്ടീസ് ചെയ്യാം. 72 മേളകർത്ത രാഗങ്ങളും ജന്യരാഗങ്ങളും അടങ്ങിയിട്ടുള്ള വലിയൊരു സ്വരസമ്പത്ത്, രാഗസമ്പത്ത് ഈ കർണാടക സംഗീതത്തിനുണ്ട്, ഇന്ത്യൻ സംഗീതത്തിനുണ്ട്. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കതിൽ നിന്നൊരു ലഹരി ഉണ്ടാകുന്നത്. അത് നമ്മളിൽ ആവേശം കൊള്ളിക്കുകയും നമ്മളെ അനായാസമായിട്ട് പാടാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് സാധകത്തിൻ്റെ വ്യത്യാസം. സാധാരണ പാടുമ്പോൾ ഉള്ള കാര്യങ്ങളല്ല സാധകം ചെയ്യുന്നത്. സാധാരണ നമ്മൾ കീർത്തനം, രാഗം,
ഇതൊക്കെ രാഗമൊന്നും പിന്നെ രാവിലെ ഇപ്പം ഈ സാധകത്തിന് ഉപയോഗിക്കാറില്ല. ഒക്കെ പാടാം, എല്ലാം പാടണം. എല്ലാം പാടി എത്രത്തോളം പാടുന്നോ അത്രത്തോളം സാധകം ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ഗുണം കിട്ടും പാട്ടിന്. ഇതാണ് സാധകത്തിൻ്റെ പ്രത്യേകിച്ചുള്ള ഗുണങ്ങൾ. നിങ്ങൾക്ക് കുറച്ചുകൂടി അറിയണമെങ്കിൽ വിദ്വാൻമാരുടെ അടുത്ത് നിങ്ങൾ പോയി ചെയ്യണം. കാരണം എനിക്ക് പാടാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള പല രാഗങ്ങളിലും ഞാൻ കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സിനിമയിൽ പോലും ഇപ്പോൾ ഭരതൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോൾ ശ്രീവിനായകം, പിന്നെ അതിൽ തന്നെ 2-3 കീർത്തനങ്ങളുണ്ട്. അങ്ങനെ കൃതികൾ രചിച്ചിട്ടുള്ള ആൾക്കാർ കുറവായിരിക്കും. ഈ സിനിമയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ സംഗീത കൃതികൾ ആദ്യമായിട്ട് രചിച്ചിട്ടുള്ളത് ഞാനാണെന്ന് തോന്നുന്നു. ഇനിയും അത്തരം കാര്യങ്ങളിലേക്ക് ആൾക്കാർ ചെയ്യണം. അതിന് ധാരാളം ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുകയും പിന്നെ സംഗീതത്തിൽ ഉപാസിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും പുതിയ തലമുറ സംഗീതം പഠിക്കുകയും സംഗീതം ഉപാസിക്കുകയും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെ വളർത്താനുള്ള ശ്രമം ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് സ്വാതിരുന്നാൾ കലാകേന്ദ്രം എന്നൊരു സ്ഥാപനമുണ്ട്, ട്രസ്റ്റുണ്ട്. അതിൽ ഇപ്പം ഞാൻ ലേറ്റസ്റ്റായിട്ട് ചെയ്യുന്നത് സംഗീതം ആഘോഷിക്കാനും ആഹ്ലാദിക്കാനുമുള്ളവർക്ക് മാത്രമല്ല, സംഗീതം വേദനിക്കുന്നവർക്കുള്ള മരുന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപ്രകാരം ഞാൻ സ്വയം അനുഭവിക്കുകയും ഇപ്പോഴും ഞാൻ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ ഈ രോഗത്തിൻ്റെ ശമനത്തിന് വേണ്ടി ഞാൻ പിന്നെ സംഗീതം പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഓങ്കാരം ശ്രുതിയേർത്ത് പാടാറുണ്ട്, ധാരാളം പാട്ട് കേൾക്കാറുണ്ട്. ഈ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് സംഗീത സാന്ത്വനമാണ്. സംഗീതമാണ് ഇന്ന് ലോകത്തിന് സാന്ത്വനം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പലതും സാന്ത്വനം ഇല്ലാതാക്കുന്ന ഒരു കാലത്ത് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. മനുഷ്യനെ ഒരുതരം ആവേഗത്തിൽ ആഴ്ത്തുകയും അവരെ സ്ട്രെസ്സിൽ മുഴുകുകയും ചെയ്യുന്ന സമൂഹത്തിന് സംഗീതം സാന്ത്വനം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രകൃതിയും സംഗീതവും കലർത്തിക്കൊണ്ട് പിന്നെ പ്രഭാത, പിന്നെ വിഭാത, പൂർവ്വവിഭാത, പിന്നെ മധ്യാഹ്ന, പൂർവ്വമധ്യാഹ്ന, ഇങ്ങനെ ഈ സംഗീതത്തിൽ തന്നെ ഒരുപാട് ഈ ടൈമും രാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു തിയറി ഉണ്ട്. ഇതാണ് ഞാൻ മ്യൂസിക് തെറാപ്പിക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പം വെറുതെ തന്നെ ഞാൻ പിന്നെ പോയി പാടാറുണ്ട്. ഈ പിന്നെ ഹോസ്പിറ്റലുകളിലും അതുപോലെ പിന്നെ രോഗികളുടെ അടുത്തേക്ക് പോയിട്ടും ഒക്കെ അവർക്ക് വേണ്ടി പാടാറുണ്ട്. ഈ പാട്ടെല്ലാം അവർക്ക് സാന്ത്വനം നൽകാറുണ്ടെന്ന് എനിക്ക് തെളിവുണ്ട്. ഒരു പ്രാവശ്യം ഞാനിതിനെ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് രോഗികൾക്ക് ഈ പ്രഷർ കുറയുന്നതായിട്ട് 100% കുറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതുപോലെ വേദന സമ്പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ക്യാൻസർ രോഗികൾക്കൊക്കെ പലർക്കും ഈ കൗണ്ട് കുറയുന്ന ക്യാൻസർ രോഗികൾക്ക് കൗണ്ട് ലെവലിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് മ്യൂസിക് തെറാപ്പി കഴിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലോകം മുഴുവൻ നടക്കുന്ന മ്യൂസിക് തെറാപ്പി ഈ പിന്നെ പരീക്ഷണങ്ങൾക്ക് സ്വാതിരുന്നാൾ കലാകേന്ദ്രം ഒരു വലിയൊരു അരങ്ങൊരുക്കുന്നുണ്ട്. ഇനി അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ ഇനി പിന്നെ പാടുന്നത്. ഇപ്പോൾ ഈ ഭക്തിക്ക് വേണ്ടി പാടാം, അല്ലാതെ പിന്നെ പാടുന്നത് ഇനി ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്നത് വേദനിക്കുന്നവർക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നു. തീർച്ചയായിട്ടും അമേരിക്കയിലുള്ള അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള മലയാളം അറിയുന്ന പ്രിയപ്പെട്ട സംഗീത പിന്നെ ആരാധകരെ, സംഗീത സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് വാക്കുകൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ക്രമത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇനിയും കൂടാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇന്ന് നിർത്തുന്നു. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും, സംഗീത ആരാധകർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ. തീർച്ചയായിട്ടും രമ്യയുടെ ഈ പ്രവർത്തനങ്ങൾക്ക്
എൻ്റെ ഒരു പിന്തുണ എല്ലായ്പ്പോഴും ഉണ്ടാവും. ഒരു ഗുരുകുലത്തിൻ്റെ ആരാധകനാണ് ഞാൻ. ഈ ഗുരുകുലം എന്ന രമ്യയുടെ ഈ പ്രിയപ്പെട്ട ഈ സംഗീത രീതിക്ക് എൻ്റെ എല്ലാ ആശംസകളും നൽകുന്നു. നമസ്കാരം.